ഞാൻ ആടുകളുടെ വാതിലാണ്. ഞാൻ നല്ല ഇടയനാണ് എന്ന് പറയുമ്പോൾ ഇടയൻ്റെ പ്രത്യേകത ആടുകളെ അറിയണം എന്നുള്ളതാണ്. ആടുകളെ അടുത്തറിയുമ്പോൾ ഇടയനറിയാം ദൂരക്കാഴ്ചയില്ലാത്ത ഒരു ജീവിയാണ് ആട്. അതുകൊണ്ട് തന്നെ ഈ ആടിനെ ഇങ്ങനെ കൂടെ നടന്നില്ലെങ്കിൽ വഴിതെറ്റി പോകുവാനും വന്യമൃഗങ്ങൾ വന്ന് അപഹരിക്കുവാനും സാധ്യത ഏറെയാണ്. പിന്നെ ഒരു വന്യമൃഗം ആക്രമിക്കാൻ വന്നാലും മറ്റു മൃഗങ്ങളെ പോലെ ഓടി രക്ഷപ്പെടാനുള്ള ത്രാണിയും കഴിവൊന്നും ആടുകൾക്കില്ല. ഒരു 10 മീറ്ററിനപ്പുറത്തുള്ള കാഴ്ച കാണാൻ ഇവയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ വന്നാൽ ഓടി ഒളിക്കാനോ രക്ഷപ്പെടാനോ ഒന്നുറക്കെ ഒച്ച വയ്ക്കാനോ പോലും കഴിയാത്ത രീതിയിൽ നിസ്സഹായരാണ് ആടുകൾ. അതുകൊണ്ട് ഇടയനാണ് ആടുകളുടെ കരുത്ത്. ക്രിസ്തു പറയുകയാണ് ഞാൻ നല്ല ഇടയനാണെന്ന്. ഇടയൻ്റെ പ്രത്യേകത ആടുകൾക്ക് മുന്നേ അവൻ നടക്കും. ആടുകൾ ഈ ഇടയൻ്റെ പിന്നാലെ നടക്കും. കാരണം ഇടയൻ എങ്ങോട്ട് പോകുന്നു അവിടേക്ക് ഈ ആടുകളും പോകും എന്നുള്ളതാണ്. മുന്നേ പോകുന്നത് ഒരു ഗർത്തത്തിലേക്ക് വീണാൽ പുറകെ വന്നവർ പോലും അയ്യോ ഒരു കുഴിയാണ്, ഒരു പാറക്കെട്ടാണ്, വീഴുമെന്ന് കരുതി മാറി നിൽക്കില്ല. പുറകെ ഉള്ളവരും മുന്നേ പോയത് എങ്ങോട്ടാ അവിടെ പോയി വീഴും. അതുകൊണ്ട് നിയന്ത്രിക്കാനും ക്രമീകരിക്കാനും വഴി നടത്താനും ഇടയൻ മുമ്പേ നടക്കണം. മുമ്പേ നടക്കുമ്പോഴുള്ള മറ്റൊരു പ്രശ്നം, വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ വന്നാലും ആദ്യം അവർ ഇടയനെ ആക്രമിച്ച് കൊല്ലണം എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. ക്രിസ്തു പറയുന്നു ഞാൻ ആടുകളുടെ ഇടയനാണ്. ഞാൻ ആടുകളെ അറിയുന്നു, അവ എന്നെ അറിയുന്നു, ഞാൻ അവർക്ക് മുന്നേ നടക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രത്യേകതയായിട്ട് പറഞ്ഞു വയ്ക്കുന്നത് ഞാൻ ആടുകളുടെ വാതിലാണ് എന്നുള്ളതാണ്. ഒരു നന്മ നിറഞ്ഞ പ്രതീകമാണ് ഞാൻ ആടുകളുടെ വാതിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ഇടയന് യജമാനൻ നൽകുന്നത് 100 ആടുകളെയാണ്. ഈ 100 ആടുകളെയും കൊണ്ട് ഓരോ ഇടയന്മാരും പോകും. രാത്രി ആ പച്ചപ്പുൽപ്പുറങ്ങളിലേക്ക് കൊണ്ടുപോകണം. കാരണം ഏറ്റവും നല്ലത് ആടുകൾക്ക് കൊടുക്കണം എന്നുള്ളത് ഇടയൻ്റെ ഉത്തരവാദിത്വം. എന്നാൽ ഇങ്ങനെ ഇരുട്ട് ഇങ്ങനെ വന്ന് വീണ് തുടങ്ങുമ്പോൾ ആടുകളെ ആലയിൽ കയറ്റണം. അപ്പോൾ ഇടയന്മാർ ചെയ്യുന്നത് എന്താണ്? ഈ ഗുഹകളും അതുപോലെയുള്ള ഇടങ്ങളിലേക്ക് ആടുകളെ കയറ്റിയിട്ട് ചിലർ ഇങ്ങനെ കൂലിക്കാരായിട്ടുള്ള ഇടയന്മാർ ചെയ്യുന്നത് ആ ഗുഹാമുഖം അടച്ചു വയ്ക്കും. എന്നിട്ട് അവർ സ്വസ്ഥമായിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ തണലിൽ പോയി വിശ്രമിക്കും. എന്നാൽ നല്ല ഇടയൻ ചെയ്യുന്നത് ഗുഹാമുഖം അടച്ചു വയ്ക്കില്ല. കാരണം ഈ ആടുകൾ വല്ലാതെ ഭയപ്പെടും.